ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ശാസ്ത്രം, ഗവേഷണം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേന്ദ്രം കേരളത്തിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ ഹബ്ബാകാൻ സംസ്ഥാനത്തിന് കഴിയുമെന്നും പ്രധാനമന്ത്രി. ലോകോത്തര നിലവാരമുള്ള നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്ന് പ്രധാനമന്ത്രി. നഗരവികസനത്തിന്റെ പ്രാഥമിക രൂപരേഖ മേയർ വി രാജേഷ് പ്രധാനമന്ത്രിക്ക് കൈമാറി. കേരളത്തിലെ ഉൾനാടൻ ജലപാതകളുടെ സമഗ്ര വികസനത്തിന് 1500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ മുൻ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. ഇന്ത്യ ന്യൂസിലന്റ് ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം അല്പസമയത്തിനകം റായ്പൂരിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ശാസ്ത്രം, ഗവേഷണം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേന്ദ്രം കേരളത്തിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നതായും ഈ മേഖലകളുടെ ആസ്ഥാന കേന്ദ്രമായി മാറാൻ കേരളത്തിനാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ നഗര അടിസ്ഥാന സൌകര്യങ്ങളിൽ ഗണ്യമായ നിക്ഷേപം നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചതെന്നും ശ്രീ മോദി പറഞ്ഞു. केंद्र सरकार कनेक्टिविटी, साइंस एंड इनोवेशन और हेल्थ केयर पर भी बहुत अधिक निवेश कर रही है. केरला में CSIR के इनोवेशन हब का लोकार्पण, मेडिकल कॉलेज में रेडियो सर्जरी सेंटर की शुरुआत, इनसे केरला को साइंस, इनोवेशन और हेल्थ केयर का हब बनाने में मदद होगी. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാവിലെ 10:15 തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗര ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് അദ്ദേഹം പുറത്തിറക്കി. തിരുവനന്തപുരത്തെ CSIR NIIST ഇന്നൊവേഷൻ ടെക്നോളജി ആന്റ് ആന്ത്രപ്രണർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടലും വേദിയിൽ അദ്ദേഹം നിർവഹിച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിന് തറക്കല്ലിട്ട പ്രധാനമന്ത്രി പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു. നാഗർകോവിൽ മംഗലാപുരം, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ചാർലപ്പള്ളി എന്നീ അമൃത് ഭാരത് എക്സ്പ്രസുകളുടെയും തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെയും ഫ്ളാഗ് ഓഫാണ് പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചത്. പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവും കൊച്ചുവേളിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണയും പങ്കെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. അമൃത് ഭാരത് ട്രെയിൻ യാത്ര മെച്ചപ്പെട്ട യാത്രാ അനുഭവം സമ്മാനിച്ചതായി കൊല്ലത്ത് നിന്നുള്ള യാത്രക്കാർ പ്രതികരിച്ചു. ട്രിവാൻഡ്രം മുതൽ കൊല്ലം വരെ നമ്മൾ യാത്ര ചെയ്തു. നല്ല ഫീലാണ് ഉണ്ടായതിൽ. അതിന്റെ സിസ്റ്റം എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വേഗത ഫാസ്റ്റാണ്. അതിലെ ഫുഡൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. ഫുഡെല്ലാം നല്ല സൂപ്പർ ഫുഡായിരുന്നു. സീറ്റെല്ലാം നല്ല എക്സിക്യൂട്ടീവ് ലുക്കുള്ള സീറ്റുകളും നല്ല ഇരിക്കാനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ സംഘടിപ്പിച്ച BJP പൊതുയോഗത്തിലും ശ്രീ മോദി സംബന്ധിച്ചു. ലോകോത്തര നിലവാരമുള്ള നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വിജയം നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നഗരത്തിന്റെ വികസനം സംബന്ധിച്ച പ്രാഥമിക രൂപരേഖ മേയർ വി രാജേഷിൽ നിന്ന് ഏറ്റുവാങ്ങി. NDAയിൽ ചേർന്ന 2020 ചെയർമാൻ സാബു ജേക്കബുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം പൂർത്തിയാക്കി ഉച്ചയോടെ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി. പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ച എല്ലാ പദ്ധതികളും കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളവയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഇത് സന്തോഷകരമായ നിമിഷമാണ്. വരും കാലങ്ങളിലും കേരളത്തോടുള്ള കരുതൽ തുടരുമെന്നും പല മേഖലകളിലുമുള്ള ആവശ്യങ്ങൾ യഥാസമയം നിറവേറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്ത CSIRന്റെ ടെക്നോളജി ആന്റ് ആന്ത്രപ്രണർഷിപ്പ് ഹബിൽ ആയുർവേദ ഗവേഷണത്തിനായുള്ള മികവിന്റെ കേന്ദ്രമുണ്ടാകുമെന്ന് CSIR ഡയറക്ടർ ജനറൽ ഡോക്ടർ N. കലൈശെൽവി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന്റെ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതിലൂടെ സാധിക്കുമെന്നും വ്യത്യസ്ത മേഖലകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നും അവർ വ്യക്തമാക്കി.
കേരളത്തിലെ ഉൾനാടൻ ജലപാതകളുടെ സമഗ്ര വികസനത്തിന് 1500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗത്തിന് കൊച്ചിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഉൾപ്പെടെ രാജ്യത്തെ വിനോദസഞ്ചാര വികസനത്തിനും ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും ജലപാതകളുടെ സാധ്യത പരമാവധി ഉപയോഗിക്കും. ഇന്ത്യയുടെ ബഹുമുഖ ചരക്ക് നീക്കത്തിന് ഉൾനാടൻ ജലപാതകൾ തന്ത്രപരമായ പങ്കാളിത്തം വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. Inland waterways have become a strategic pillar of India's multi-modal logistic framework. The number of national waterways increased from just 5 to 111. The number of operational waterways has grown 10 times from just 3 to 32. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ മുൻ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇതുവരെ അറസ്റ്റിലായവരിൽ ആദ്യമായി ജയിൽ മോചിതനാകുന്ന വ്യക്തിയാണ് മുരാരി ബാബു. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. തന്ത്രിയെ ഇന്നും കോടതിയിൽ ഹാജരാക്കി. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം 28-ന് പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SIR റോളിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിക്കണം. വിദേശ വോട്ടർമാർ ഫോം 6A സമർപ്പിക്കണം. അന്തിമ SIR വോട്ടർ പട്ടിക അടുത്ത മാസം 21-ന് പ്രസിദ്ധീകരിക്കും. 8,41,105 പേർ നേരിട്ടും 66,599 പേർ BLAമാർ വഴിയും പരാതികളും അവകാശവാദങ്ങളും സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ആക്കാനാണ് ശ്രമമെന്ന് മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളം 1.18 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപര്യപത്രം ഒപ്പുവച്ചതായി വ്യവസായ മന്ത്രി പി രാജീവ്. $14 ബില്യൺ മൂല്യമുള്ള താൽപര്യപത്രങ്ങളാണ് ഒപ്പുവച്ചത്. അമേരിക്ക, UK, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ കമ്പനികളുമായാണ് താൽപര്യപത്രം ഒപ്പിട്ടത്. ചരിത്രത്തിൽ ആദ്യമായാണ് ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്ന് കേരളം നിക്ഷേപം സമാഹരിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. മൂന്നാർ വീണ്ടും അതിശൈത്യത്തിന്റെ പിടിയിലേക്ക് അമരുകയാണ്. ചെണ്ടുവരൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കടുത്ത തണുപ്പാണ് ഇത്തവണ മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇന്ന് പുലർച്ചെ രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം ചെണ്ടുവരയിൽ താപനില 0 ഡിഗ്രിയാണ്. സൈലന്റ് വാലിയിൽ 1 ഡിഗ്രിയും നല്ലതണ്ണി, ലക്ഷ്മി, സെവൻമല, ദേവികുളം എന്നിവിടങ്ങളിൽ 2 ഡിഗ്രിയും രേഖപ്പെടുത്തിയപ്പോൾ മൂന്നാർ ടൌണിൽ 6.9 ഡിഗ്രിയാണ് താപനില. കഴിഞ്ഞ ഡിസംബർ 20ഓടെ മേഖലയിൽ സമാനമായ രീതിയിൽ താപനില 0-ലെത്തിയിരുന്നു. തുടർന്ന് ഏതാനും ദിവസങ്ങളിൽ ശൈത്യത്തിന് നേരിയ കുറവുണ്ടായെങ്കിലും ഇപ്പോൾ വീണ്ടും അതിശൈത്യം തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ്, പുതുവത്സര സീസണിൽ മൂന്നാറിലെ തണുപ്പ് ആസ്വദിക്കാനായി ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് എത്തിയത്. തണുപ്പ് ഇതേ രീതിയിൽ തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും കൂടുതൽ വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. വ്യക്തമായ കോടതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും സംസ്ഥാനത്തുടനീളമുള്ള പൊതു ഇടങ്ങളിൽ അനധികൃത ബോർഡുകളും പതാകകളും സ്ഥാപിക്കുന്നത് തുടരുന്നതിൽ കേരള ഹൈക്കോടതി വാക്കാൽ അതൃപ്തി പ്രകടിപ്പിച്ചു. സ്ഥിതി ഞെട്ടിപ്പിക്കുന്നതും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണെന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി പരിഗണിക്കവെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യ ന്യൂസിലൻഡ് ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മുതൽ റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. 5 മത്സര പരമ്പരയിലെ ആദ്യ കളിയിൽ ജയം നേടിയ ടീം ഇന്ത്യ ആധിപത്യം തുടരാൻ ഉറച്ചാണ് ഇന്ന് ഇറങ്ങുക. വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഒരിടത്തു നിന്ന് തന്നെ മരുന്നുകൾ ലഭ്യമാക്കാൻ സംയോജിത ഫാർമസി കൌണ്ടർ ഒരുക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് ആദ്യമായി മാതൃകാ ഫാർമസി കൌണ്ടർ ആരംഭിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ പഴയ കാഷ്വാലിറ്റിക്ക് സമീപമാണ് പുതിയ കൌണ്ടർ സജ്ജമാക്കിയിരിക്കുന്നത്. കോർപ്പറേറ്റ് റീട്ടെയിൽ വിൽപ്പനശാലകളോട് കിടപിടിക്കുന്ന അത്യാധുനിക സൌകര്യങ്ങളുമായി സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടിന് തുടക്കമാകുന്നു. ഈ വർഷം തന്നെ എല്ലാ ജില്ലകളിലും ഇത് നിലവിൽ വരും. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകുമെന്നതും സിഗ്നേച്ചർ മാർട്ടുകളുടെ പ്രത്യേകതയാണ്.
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ, ഡ്രൈവർ കുഞ്ഞുമോൻ, ഗൺമാൻ മനോജ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് കർത്തവ്യപഥിൽ നടന്നു. ജനുവരി 26-ന് കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 10,000-ത്തോളം പ്രത്യേക അതിഥികളെയാണ് ഇക്കുറി ക്ഷണിച്ചിരിക്കുന്നത്. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയറും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥികളാകും. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികമാണ് ഈ വർഷത്തെ ദിനാഘോഷ പ്രമേയം. റിപ്പബ്ലിക് ദിന പരേഡിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇന്ത്യയുടെ കഥ പറച്ചിൽ പാരമ്പര്യങ്ങളും വേവ്സിന്റെ വീക്ഷണവും നിശ്ചല ദൃശ്യമായി പ്രദർശിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 770 പോയിന്റ് ഇടിഞ്ഞ് 81,538-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 241 പോയിന്റ് നഷ്ടത്തിൽ 25,048-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 2,080 രൂപ വർദ്ധിച്ച് 1,15,240 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ശാസ്ത്രം, ഗവേഷണം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേന്ദ്രം കേരളത്തിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ ഹബ്ബാകാൻ സംസ്ഥാനത്തിന് കഴിയുമെന്നും പ്രധാനമന്ത്രി. ലോകോത്തര നിലവാരമുള്ള നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്ന് പ്രധാനമന്ത്രി. നഗരവികസനത്തിന്റെ പ്രാഥമിക രൂപരേഖ മേയർ വി രാജേഷ് പ്രധാനമന്ത്രിക്ക് കൈമാറി. കേരളത്തിലെ ഉൾനാടൻ ജലപാതകളുടെ സമഗ്ര വികസനത്തിന് 1,500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാംഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ മുൻ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. ഇന്ത്യ ന്യൂസിലൻഡ് ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം അല്പസമയത്തിനകം റായ്പൂരിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.